വെൽക്കം ടു മോട്ടോർ മൈൻഡ്സ്. ഞങ്ങൾ ഇന്നുള്ളത് കൊച്ചി ആലുവയിലുള്ള ജീപ്പിൻ്റെ പിനാക്കിൾ ഷോറൂമിലാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരു വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഒക്കേഷനാണ്. ഒന്നല്ല രണ്ടല്ല 3 ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ ആണ് നിരന്ന് കിടക്കുന്നത്. അത് വളരെ റെയറാണ്, കാരണം സാധാരണഗതിയിൽ ഒരു റൂബിക്കോണൊക്കെ വല്ലപ്പോഴും വരും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത് 3 റൂബിക്കോൺ ഒരുപോലെ ഒരു ബുക്കിംഗ് വന്നു, അത് സ്റ്റോക്കിൽ വന്നു. അപ്പോൾ അത് 3 ഒരേപോലെ ഏകദേശം ഒരേ സമയത്ത് ഡെലിവറിയും വരികയാണ്. സോ അതിൻ്റെ ഒരു എക്സൈറ്റഡ് ആണ്. നമുക്ക് ഒന്ന് ക്ലോസർ ലുക്ക് നോക്കാം ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ. നമ്മൾ ഈ സെഗ്മെന്റിൽ അല്ലെ ഒരു പ്രീമിയം സെഗ്മെന്റിലും ഒക്കെ സാധാരണ വണ്ടികളിൽ കാണാത്ത ഒരുപാട് എലമെന്റ്സ് ആണ്, സ്പെഷ്യൽ എലമെന്റ്സ് ആണ് റൂബിക്കോൺ പോലുള്ള വണ്ടികളിൽ കാണുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഹിഞ്ചസ് ആണ്, ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഈ ഹിഞ്ചസ്. അതേപോലെ ചങ്കി വീൽ ആർച്ചസ്, ബിഗ് ചങ്കി അഗെയിൻ ടയേഴ്സ്. ഇവിടെ ഒറിജിനൽ ജീപ്പ് വില്ലീസിന്റെ ആ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രെയിൽ റേറ്റഡ് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ്, ഓപ്പൺ ഹിഞ്ചസ്, ബിഗ് ചങ്കി അഗെയിൻ വളരെ ഒരു സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ഡോർ. അതും ഈ എല്ലാ ഡോർസും ഡിസ്മാൻഡിൽ ചെയ്യാം, റൂഫ് ഡിസ്മാൻഡിൽ ചെയ്യാം. പിന്നെ അതേപോലെ ബാക്കിലോട്ട് വരുമ്പോൾ ഇവിടെ ജെറി ക്യാൻ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു, അതായത് ഒറിജിനൽ വില്ലീസിൽ യൂസ് ചെയ്തിരുന്ന ജെറി ക്യാൻ എന്ന് പറയുന്ന സംഭവമുണ്ട്, അതിൻ്റെ ഷേപ്പിലുള്ള ടെയിൽ ലാംപ്സ്. സോ ഇതൊക്കെയാണ് ഡിസൈൻ ക്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ക്യാമറാസ് ഉണ്ട്. ഇപ്പോൾ ഇതിനൊക്കെ എഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ക്യാമറാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസൈഡിൽ നോക്കുവാണെങ്കിൽ റോൾ കേജ് ഉണ്ട്. റോൾ കേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൂഫ് ഡിസ്മാൻഡിൽ ചെയ്ത് ഓടിക്കുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയാണ് റോൾ കേജ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇത് റൂഫ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് റോഡിൽ കൂടെ പോകാം. നമ്മൾ ഇൻറ്റീരിയറിലോട്ട് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിനെ കുറച്ച് കാലൊക്കെ പൊക്കി കയറാനായിട്ട്. സോ ആ ഒരു ഓഫ് റോഡിങ്ങിൻ്റെ ഫുൾ എന്താ പറയുക, ഒരു വേൾഡിലേക്ക് നമ്മൾ കയറുന്ന ഒരു ഫീലാണ് നമുക്ക് ഇന്ത്യയിലൂടെ വരുമ്പോൾ തോന്നുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന സാധാരണ വണ്ടികളിൽ കാണുന്നതിനെ വെച്ചിട്ട് ഫിസിക്കൽ ബട്ടൺസ് കുറേ അധികം ഉണ്ട്. നമ്മുടെ ഓഫ് റോഡിങ്ങിനും അല്ലാത്തതുമായിട്ടുള്ള AC കൺട്രോൾസും എല്ലാം തന്നെ ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട്. എന്നാലും മോഡേണിറ്റിക്കായിട്ട് ഒരു ബിഗ് എന്താ പറയുക സെൻട്രൽ ഡിസ്പ്ലേ ഉണ്ട്, ഇൻഫോടൈൻമെൻറ്റ് സ്ക്രീൻ ഉണ്ട്, ആൻഡ് നല്ല റൗണ്ടഡ് ചങ്കി ഓഫ് റോഡിങ്ങിന് പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് ഉണ്ട്. അതിലും കുറേ അധികം ഫിസിക്കൽ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വാട്ടർ പ്രൂഫാണ്. നമുക്ക് റൂഫ് അഴിച്ചു വെച്ചിട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് വാട്ടർ വേഡിങ് നടത്താം, നദിയിലൂടെയൊക്കെ പോകാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ വെള്ളം അകത്ത് കയറിയാലും പ്രശ്നമില്ല. നമ്മുടെ സീറ്റ്സൊക്കെ പവേർഡാണ്, അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം പവേർഡാണ്. അപ്പോൾ അതൊന്നും നമുക്ക് വെള്ളം കയറിയാലും പ്രശ്നമില്ലാത്ത രീതിയിലുള്ള മെക്കാനിക്സ് ആണ്. പിന്നെ ഓഫ് റോഡിങ്ങിൻ്റെ ഗിയർ സെലക്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാനുള്ളത്, റൂഫ് അഴിച്ചു വെക്കാനുള്ള ലോക്സ് എല്ലാം ഇവിടെ ഉണ്ട്. ബാക്കിൽ ഇവിടെ റൂഫ് മൗണ്ടഡ് ആയിട്ട് സ്പീക്കേഴ്സ് ഉണ്ട്. ആൻഡ് നമുക്ക് ടച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു ഹൈ ക്വാളിറ്റിയാണ്, ലൈക്ക് പ്രീമിയംനെസ്. നമ്മൾ പ്രീമിയം പ്രൈസ് ആണ് കൊടുക്കുന്നത്. സോ അതിൻ്റെ ഒരു കംപ്ലീറ്റ് എഫക്റ്റ്, ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണെങ്കിലും ആ ഒരു പ്രീമിയംനെസ് കംപ്ലീറ്റ് നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് ടച്ച് ചെയ്താലും നമുക്ക് ഫീലിംഗ് ഉണ്ട്. സീറ്റ്സ് ആണെങ്കിലും വെൽ കുഷൻഡ്, വെൽ സ്ട്രക്ചേർഡ് ആണ്.